ഈ 83 പേര് പങ്കെടുത്തതിൽ 3 പേരൊഴികെ ബാക്കി എല്ലാവരും മുഖമുഖം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എലത്തൂരിലെ സ്ഥാനാർത്ഥി ആവണം എന്ന് ഒരേ ശബ്ദത്തിൽ പറഞ്ഞവരാണ്. എല്ലാവരും ഈ 3 പേരുടെ വിയോജനക്കുറിപ്പോട് കൂടി 83-ൽ 3 എന്ന് പറഞ്ഞാൽ പിന്നെ ഐകണ്ഠരെന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ്. പക്ഷേ 3 പേരുടെ വിയോജനക്കുറിപ്പ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ശ്രീ A.K. ശശീന്ദ്രൻ തനിക്കൊരു മാന്യമായിട്ടുള്ളൊരു ഇറങ്ങിപ്പോക്ക് വേണം, അതുകൊണ്ട് ഈ വർഷം ഈ ടേം കൂടി എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ പരസ്യമായിട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ആ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും കേൾക്കുകയാണ്. അന്ന് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ ആയിരുന്നു. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാളാണ്, എക്സിക്യൂട്ടീവ് മെമ്പർ നൽകി. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ഇനി പാർലമെൻ്ററി രംഗത്തേക്കില്ല, എനിക്ക് ഒരു മാന്യമായ റിട്ടയർമെൻറ്റ് വേണം എന്ന് പറഞ്ഞാൽ ഈ 5 വർഷം തുടരണം. അതിനിടയ്ക്ക് പാതിയിൽ വെച്ച് ഈ മന്ത്രിസ്ഥാനം മറ്റാർക്കും എന്നുവെച്ചാൽ തോമസ് കെ തോമസിന് കൊടുക്കരുത്, എനിക്കൊരവസരം ഈ 5 കൊല്ലം തുടർച്ചയായി ഭരിക്കാനുള്ള സൗകര്യം എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞതാണ്. ഇപ്പം അദ്ദേഹം പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ്. അത് ഇത്രയും ആളുകളെ പിന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരാളെ എന്ത് പറഞ്ഞാലും ശരി അത് കാണുകയും കേൾക്കുകയും ചെയ്ത അതിലെ മഹാഭൂരിപക്ഷം ആയിട്ട് അതിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അവരുടെയൊക്കെ മറിച്ചൊരു തീരുമാന ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കല്ലേ? അതിപ്പം വിചാരിക്കാം. കാരണം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് എലത്തൂരാണല്ലോ പാർട്ടിയുടെ പ്രസ്റ്റീജ് സീറ്റ്. ആ സീറ്റിൽ ആര് സ്ഥാനാർത്ഥിയാവണം എന്നുള്ളത് തീരുമാനിക്കേണ്ട ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കുന്നു, സംസ്ഥാന കമ്മിറ്റിക്ക് സെൻട്രൽ കമ്മിറ്റിക്ക് കൊടുക്കുന്നു, അത് അംഗീകരിച്ച് അവർ ഇങ്ങോട്ട് തരുന്നു. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. അപ്പം അതുപ്രകാരം ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം സംസ്ഥാന കമ്മിറ്റിയും അഖിലേന്ത്യാ കമ്മിറ്റിയും അംഗീകരിക്കുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് എലത്തൂർ സീറ്റിൽ LDF-ലെ സ്ഥാനാർത്ഥിയായിട്ട് LDF-ലെ ജില്ലാ കൺവീനറും കൂടിയായിട്ടുള്ള മുക്കം മുഹമ്മദ് മത്സരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളെ ആഗ്രഹവും. അത് തന്നെയാണ്, അത് നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.